അപ്പം നമ്മുടെ സനാ സർബത്തിൻ്റെ ഇന്നത്തെ അപ്ഡേറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത പർച്ചേസ് നമ്മുടെ ഈ പേപ്പർ ഗ്ലാസ്, സ്ട്രോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുപ്പശ്ശേരിയിലുള്ളൊരു കടയിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ സാധനം കിട്ടും നമുക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പേപ്പർ ഗ്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പേപ്പർ ഗ്ലാസ് നമ്മൾ 350, ഒരു സോഡ കൊള്ളുന്നത് 350, സോഡ അല്ല, ഒരു കുലുക്കി സർബത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പേപ്പർ ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 350 ml ഗ്ലാസ് അല്ലേ. അപ്പം 350 320 എന്നൊരു മറവിയുണ്ട്. ആ ഒരു ഗ്ലാസ്സാണ്, ആ ഒരു വലിപ്പമാണ്. അപ്പം ആ ഒരു വലിപ്പത്തിലുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കസ് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എടുത്ത് കസ് മാത്രമല്ല, നമ്മുടെ മറ്റേ ഇതും ഉണ്ടായിരുന്നു, ചിയാ സീഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിയാ സീഡ് നമ്മളങ്ങനെ സർബത്തിനൊന്നും യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ കസേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ സിറപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സിറപ്പ് ഒരുപാട് ഫ്ലേവറിലുള്ള സിറപ്പ് ഉണ്ടായിരുന്നു. സാധാരണ ഇപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളത്ത് ലുലുവിലും അങ്ങനെ കുറച്ച് കടകളിലൊക്കെ നോക്കിയപ്പോൾ ഇത്രയും ഫ്ലേവർ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണ അപ്പോൾ എല്ലായിടത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ ഫ്ലേവേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കണമെന്ന് വെച്ചാൽ ഇത് ഓറഞ്ച്, പൈനാപ്പിള്, പിന്നെ ബ്ലാക്ക് കറണ്ട്, മാംഗോ, അങ്ങനത്തെ കുറച്ച് ഫ്ലേവറാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പം നമ്മളിതൊരു സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ഫ്ലേവർ എടുത്തിട്ട് ഇനി ഇതാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ഫ്രഷ് മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വില കുറവിൽ മീൻ കിട്ടും. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. സാധനങ്ങളൊക്കെ നമ്മൾ ബൈക്കിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ